നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിനെതിരെ സദേൺ ഗാസയിലും നോർത്തേൺ ഗാസയിലും വലിയ പ്രകടനം നടന്നു. ഏകദേശം 5000-6000-ഓളം പേര് പങ്കെടുത്തു എന്നാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത്. ആക്സിയോൺ റിപ്പോർട്ട് ചെയ്യുന്നു, AP റിപ്പോർട്ട് ചെയ്യുന്നു. അത് അക്യുറേറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അവസാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അൽ ജസീറ റിപ്പോർട്ട് ചെയ്തില്ല, BBC റിപ്പോർട്ട് ചെയ്ത്, അവസാനം പ്രഷർ വന്നു കഴിഞ്ഞ് 2 പേര് റിപ്പോർട്ട് ചെയ്തു. പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്ന ടെലഗ്രാഫ് എന്ന് പറഞ്ഞ് ബ്രിട്ടനിൽ നിന്ന് ഇറങ്ങുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് അതിൽ പങ്കെടുത്ത പ്രകടനം നയിച്ച അൽ റബ്ബ എന്ന് പറയുന്ന ആളെ, പാലസ്റ്റീനാണ്, ഈ ഗാസയെ താമസിക്കുന്ന അയാളെ ഐഡന്റിഫൈ ചെയ്ത് വിളിച്ചുകൊണ്ട് പോയി അതിഭയങ്കരമായി ടോർച്ചർ ചെയ്ത് അടിച്ചു കൊന്നിട്ട് അയാളുടെ വീട്ടിന്റെ മുമ്പിൽ ശവശരീരം കൊണ്ടുവച്ചു. എന്നിട്ട് പിന്നീട് അറിയാൻ സാധിക്കുന്ന ആ പ്രകടനത്തിന്റെ നേതൃത്വം നൽകിയ 10ഓളം പേര്, മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത 10ഓളം പേര് ഇവർ ഐഡന്റിഫൈ ചെയ്ത ഹമാസ് അവരെയും കൊന്നു. കേരളത്തിലെ സുഡാപ്പികളത് കേൾക്കണം, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. നിങ്ങളിതിനെ പോരാളികളെന്നല്ലേ പറയുന്നത്, പക്ക തീവ്രവാദികളെന്ന്. കാരണം തീവ്രവാദികളെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിടികിട്ടിയോ? ഒരാൾ ഒരു ഡിസെന്റ് വോയിസ് പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ജനാധിപത്യമില്ല. അവർക്ക് മത തീവ്രവാദം മാത്രമേ ഉള്ളൂ, ഭീകരവാദം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവം ഒരു പത്രമല്ല, പല പത്രങ്ങൾ ഇതിനെപ്പറ്റി ഇപ്പോൾ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ് ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന. അതിന് ആരാധകരുള്ള സംഭവമാണ് കേരളത്തിൽ. 50,000 പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട്. 50,000 പേര്, ഏകദേശം 1.5 ലക്ഷത്തോളം പേര് സീരിയസ് ഇഞ്ചേർഡായി. മാത്രം ഉണ്ടാക്കി അതിനെതിരെ അവിടെയുള്ള ജനങ്ങൾ പ്രതികരിച്ചു. കാരണം അവർക്ക് ആഹാരം കിട്ടുന്നില്ല, അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല. ഈ ഹമാസ് ഭീകര സംഘടനയാണ്, അവരിവിടെ വിട്ടുപോകണം എന്ന് അവിടെ പ്രതിഷേധം പങ്കെടുത്തത് നോർമൽ ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ഈ പറയുന്ന 2-3 ഇന്റർനാഷണൽ ഏജൻസികൾ, അതായത് അൽ ജസീറ ആണെങ്കിലും ന്യൂസ് ചാനൽ, BBC, ഇവരൊക്കെ പെട്ടുപോയി. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയും ഇവർക്കെതിരെ ഇതേപോലെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും, അതായത് ഇവരെ കൊന്നിട്ട് ഇവരുടെ വീടിന് മുമ്പിൽ കൊണ്ടുവച്ചു. ഹമാസിന്റെ ആരാധകരല്ലേ കേരളത്തിൽ? മുസ്ലിം ലീഗ് ഇത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. എന്താണ് ഈ ഭീകര സംഘടന? ഇവരാണ്, അതിനെയാണ് കേരളത്തിലെ ആരാധ്യന്മാരായിട്ട് അവരുടെ ദുആ നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഹൊറിബിൾ. ഇതിനെപ്പറ്റി ആദ്യം മുതലേ പറയുന്നത് ഭീകര സംഘടനയാണ്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇത് മത തീവ്ര സംഘടനയാണ്. പക്ഷേ അതിന് കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് ആരാധകർ കൂടി. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. 2 പൊളിറ്റിക്കൽ പാർട്ടിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടി, CPM. അതായത് ഡിസെന്റ് വോയിസ് പറ്റത്തില്ല, പ്രതിഷേധം പറ്റത്തില്ല. ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഉറപ്പായിട്ടും ഇസ്രായേൽ ഇതിനെ നടത്തിയ ഭീകരാക്രമണമാണ് October 8. അതിനവർ റിട്ടാലിയേഷൻ ചെയ്യും. അത് ഇത്രയും പേര് കൊല്ലപ്പെട്ടു, സീരിയസ് ആയിട്ട് പല ആൾക്കാരുടെ വീടും ഡിസ്പ്ലേസ്ഡ് ആയ വീടും എല്ലാം പോയി. പിന്നെ അവരെന്ത് ചെയ്യും? കേരളത്തിലെ ഹമാസ് അനുകൂലികൾ പറഞ്ഞു കൊടുക്കും, എന്ത് ചെയ്യും ആ ജനങ്ങൾ? കാരണം അവർ ഇത്രയും നാളും 15 മാസം അവർ അനുഭവിക്കുവാണ്. ഒരു സ്ഥലത്ത് പോകുന്നു, അവിടുന്ന് മാറാൻ പറ്റുന്നു, അവിടുന്ന് മാറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, സ്ഥിരം അങ്ങ് ബോംബിങ്, ഒന്നുമില്ല, പട്ടിണി. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി പല ആൾക്കാരും, ഒപ്പീനിയൻ മേക്കേഴ്സ്, പല രാജ്യങ്ങളും പറഞ്ഞത് ഇത് നിർത്തേണ്ട സമയമായി. പക്ഷെ നിർത്താൻ തയ്യാറല്ല. മത തീവ്രതയാണ് അവർക്ക് ഇഷ്യൂ. ഇപ്പൊ സ്വന്തമായിട്ട് ആൾക്കാർ, അതിനകത്തുള്ള ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പം ബ്രിട്ടനിലൊക്കെ വലിയ റാലി നടന്നില്ല ഹമാസിന് വേണ്ടി. പല യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിൽ നടന്നു, ലോകത്ത് പലയിടത്തും നടന്നു. ആർക്കും വേണ്ടണ്ട. കാരണം മനുഷ്യൻ എന്തുവാണെന്ന് ആദ്യം അംഗീകരിക്കുക. അതിനുശേഷം നിങ്ങൾ വലിയ മാനുഷിക സ്നേഹത്തെ പറ്റിയും കോപ്പിനെ പറ്റിയും പറയാം. കാരണം ആ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ ഐ ആം ഓൾസോ ഷോക്ക്ഡ്. 10 പേരെ അതിന് പങ്കെടുത്തു, 10 പേരെ അവരെ അടിച്ച് പിടിച്ച് കൊന്നിട്ട് അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇതായിരിക്കും അനുഭവം. എന്നിട്ട് നാട്ടിൽ മുഴുവനും വിളിച്ച് പറഞ്ഞു ഇതായിരിക്കും, ഡെഡ് ബോഡി വെച്ചിട്ട് പറഞ്ഞു.
കാരണം ഞങ്ങൾക്കെതിരെ മിണ്ടരുത്, ഞങ്ങൾ പോരാളികളാണ്, ഞങ്ങൾ തീവ്രവാദികളാണ്. ഇതാണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രമാത്രം കടന്നു. അപ്പൊ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ബോംബിങ് ഇവരെ തകർത്തേ മതിയാവത്തുള്ളൂ. കാരണം ഇവർക്ക് മാനുഷിക മൂല്യം എന്ന് പറയുന്ന സാധനമില്ല. മതം തലയ്ക്കകത്ത് കയറിയേക്കുക, ഭീകരവാദികളാണ്. കാരണം അവർക്കതൊന്നുമില്ല. ഇതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം. അത് പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എന്തോ സംഭവം എന്ന്. ഇത് ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ എന്നെ ക്രിസക്ജീത് അല്ല പറയേണ്ടത്, റിയാലിറ്റി എന്തുവാണ്. ഒരു അതേപോലെ സംഭവം കേരളത്തിൽ കൊണ്ടുവരാൻ ഹമാസിന്റെ സിമ്പതൈസേഴ്സ്, അനുകൂലികൾ ശ്രമിക്കുകയാണ്. അതിനെ എതിർക്കുക തന്നെ ചെയ്യും, എന്ത് വന്നാലും എതിർക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് ജനാധിപത്യത്തോട് താല്പര്യം, നിങ്ങൾക്ക് ഖലീഫ് വരണം, അത് തീവ്രതയാണ്. അതിനെ എതിർക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അതിനെ സമ്മതിക്കില്ല, കാരണം നിങ്ങൾ അങ്ങനെ ആയിപ്പോയി. എനിവേ, ഇതൊരു സിഗ്നൽ തന്നെയാണ്, എല്ലാവർക്കും ഒരു മെസ്സേജ് തന്നെയാണ്. എന്താണ് ഹമാസ്, എന്ത് ദുഷ്ടത്തരം അവർ കാണിക്കുന്നത്. വരാനുള്ള ദിവസങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോന്നും വെളിച്ചത്ത് വരും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ.
അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.